ഹലോ ഗൈസ്, വെൽക്കം ടു 3 ഏജസ് ടെൻസ് ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മളെ കാലിക്കറ്റിൽ നിന്ന് ലഡാക്ക് വരെ പോകുന്നതാണ്. നമ്മളെ കുറച്ചിതാ ചുണക്കുട്ടന്മാർ നമ്മളെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ കാലിക്കറ്റിൽ നിന്ന് ഒരാഴ്ച എടുത്തിട്ടോ പഞ്ചാബിലെത്താണ്. നമ്മളിതപ്പോൾ പഞ്ചാബിലാണ്, ബത്തിൻ്റെയിലാണ്. അപ്പോൾ ഇതാണ് നമ്മളെ മോനുട്ടൻ, സുലമയുടെ സ്വന്തം അനിയൻ്റെ മകനാണ് കേട്ടോ. അവനും അവൻ്റെ ഫ്രണ്ട്സും കൂടിയാണ് ഇതാ നമ്മളെ റൈഡിങ്ങിന് പോകുന്നത്. അപ്പോൾ നമ്മളിത് അവർക്ക് കാണാൻ വന്നതാണ് കേട്ടോ, ഫുഡൊക്കെ കൊണ്ടിട്ട്. അപ്പോൾ ഇതാ സുലമ്മയുണ്ട്, നമ്മളെല്ലാവരും ഇവർക്ക് കുറച്ച് ഫുഡൊക്കെ കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാണ് നമ്മളവർക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഇവർ അമൃത്സറിലേക്ക് പോവാണ്. അപ്പം അതിലുള്ള എല്ലാ തയ്യാറെടുപ്പും ചെയ്യാനുണ്ടോ അവർ. കുറച്ച് വണ്ടിപ്പണികളും പിന്നെ എല്ലാ അവരുടെ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെക്കുകയാണ്. ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ടാണ് അവർ പോകുന്നത്. എന്തായാലും നമ്മളെ നാട്ടിലെ ആൾക്കാരെ കണ്ടതിന് സന്തോഷമായിരുന്നു കേട്ടോ. നമ്മളെ കോഴിക്കോട് നിന്ന്, നമ്മളെ കേരളത്തിൽ നിന്ന് കുറച്ച് ആൾക്കാർ നമ്മളെ പഞ്ചാബിൽ നിന്ന് കണ്ടുമുട്ടാന്ന് പറഞ്ഞാൽ അതിൽ പറഞ്ഞ സന്തോഷം വേറെ ഉണ്ടോ? നമുക്ക് ശരിക്കും അധികം സമയം കിട്ടിയില്ല അവരോടൊന്ന് സംസാരിക്കാൻ. പിന്നെ സുലമൻ്റെ റിലേഷൻ ആയതുകൊണ്ട് സുലമ എല്ലാവരോടത്തും നല്ല കമ്പനിയാണ് കേട്ടോ. അപ്പോൾ അവർ സ്റ്റേ ചെയ്തത് ഈ റെസ്റ്റോറൻറ്റിലായിരുന്നു, ഫാമിലി റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ ഇതാ നമ്മളെ കാലിക്കറ്റ് ഉണ്ട്, ലഡാക്ക്. കാലിക്കറ്റ് കേരള എന്ന് തന്നെ കാണുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലിങ്ങനെ ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് അവരുടെ ഫുഡ് കഴിക്കാനുള്ള പ്രിപ്പറേഷനിലേക്കാണ്. അപ്പോൾ നമ്മൾ നല്ല പുട്ടും കടലക്കറിയും പിന്നെ ഉപ്പുമാവും മുട്ടക്കറിയും ഒക്കെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഒരാഴ്ചത്തേക്ക് അവർ പറഞ്ഞ ദാലും ചപ്പാത്തിയും തന്ന് മടുത്ത്, അതുകൊണ്ട് നമ്മളെ ഹോംലി ഫുഡ് കിട്ടിയപ്പോൾ അവർക്കൊരു സന്തോഷം എന്നൊക്കെ അവർ പറഞ്ഞു കേട്ടോ. അവർ ശരിക്കും ഒരാഴ്ച കഴിഞ്ഞ് നമ്മളെ പുട്ടന്നെ കണ്ടിട്ടുണ്ടാവുക. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ആ സൗത്ത് സൈഡിൽ നിന്ന് നോർത്ത് സൈഡിലേക്ക് വരുന്നവരും നമ്മളെ വെറും പരിപ്പ് കറിയും ഉരുളക്കിഴങ്ങ് കറിയും മാത്രമായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ ബോട്ടിലൊക്കെ അവർ നിറയ്ക്കുകയാണ്. അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രത്യേകതരം ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരുടെ അടുത്തും. സത്യം പറഞ്ഞാൽ അതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും കാണാൻ നല്ല അടിപൊളിയായിരുന്നു. ഇവരെ ഡ്രസ്സും അതിനനുസരിച്ചുള്ള റൈഡേഴ്സിന് പറ്റിയ എല്ലാ സാധനങ്ങളും എല്ലാ സംഭവങ്ങളും ഉള്ള ആൾക്കാരാണ് കേട്ടോ അവർ. അപ്പോൾ നമ്മളെ റൈഡേഴ്സ് ഇതാ പ്രോപ്പർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മളെ ഏകദേശം പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ കുറച്ച് ആൾക്കാർ ഇവരെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വന്നിട്ടോ. ഇവരെ കണ്ടപ്പോൾ തന്നെ ഇവരെ ഫാനൊക്കെ ആയി കുറേ ആൾക്കാർ. അപ്പോൾ 2-3 ആൾക്കാർ ഇവരെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വന്നു. അതാണ് കേട്ടോ. അപ്പം കുറച്ച് നമ്മളെ ഫോട്ടോഷൂട്ടിന് വേണ്ടി അവരിതാ വണ്ടിയൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ വരെ വന്നാലേ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പോകണ്ടേ. നമ്മൾ ബത്തിൻ്റെയിൽ വന്നിട്ട് ഇവരെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണ്ടേ. അപ്പോൾ ഇവരാകെ മൊത്തം 4 ബൈക്കും 8 ആൾക്കാരുമാണ് കേട്ടോ ഉള്ളത്. എല്ലാവരും നമ്മളെ കോഴിക്കോടുകാരാണ്, നമ്മളെ കേരളത്തിലെ കോഴിക്കോടുകാരാണ് കേട്ടോ ഗൈസ്, നമ്മളെ സ്വന്തം കോഴിക്കോടുകാർ. അപ്പം നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടോ. ഏകദേശം സമയം ഒരു 11 മണി ആവാനായിട്ടുണ്ടാവും. അപ്പോൾ അവരിവിടെ നിന്ന് തിരിക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ നമ്മളെല്ലാവർക്കും ഒരു ഷെയ്ക്കൻഡ് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ ഫുഡിനെ പറ്റി നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് രാത്രി നമ്മളെ ഫുഡ് അവർക്ക് ബിരിയാണിയും പിന്നെ നല്ല മീൻ പൊരിച്ചതും നമ്മളെ റവ് മീനില്ലേ അതൊക്കെ പൊരിച്ച് കൊടുക്കുക. അതിന് പിന്നെ രാവിലത്തെ ഭക്ഷണം നമ്മൾ വകയാണ് കേട്ടോ. അപ്പോൾ അവരെന്തായാലും കുറച്ച് ദിവസമായി നമ്മളെ ഹോംലി ഫുഡ് കഴിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ്, അതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷം. അപ്പോൾ എന്തായാലും കുറച്ച് സംസാരിച്ചു കേട്ടോ അവരുടെ അടുത്ത്. നല്ല ടീംസാണ്. എന്തായാലും അവരിനി ഇതങ്ങനെ പോയി ഇങ്ങനെ ഉയരങ്ങളിലെത്തട്ടെ എന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനി വേണമെങ്കിൽ അവർ എവറസ്റ്റ് വരെ കീഴടക്കും എന്നൊക്കെ തോന്നുന്നുണ്ട് എനിക്ക് ഈ പോക്ക് പോയാൽ. അപ്പോൾ എന്തായാലും എല്ലാ ഭാഗങ്ങളും നമ്മളെ ഹണ്ടേഴ്സിനെ നേരുന്നു. അപ്പോൾ നമ്മളെ ജിത്തേണ്ണും എല്ലാവരെയും ഷെയ്ക്കൻ്റെ അടുത്ത് യാത്രയാക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുത് കേട്ടോ. നമ്മൾ സംസാരിച്ചിരിക്കുന്നതിനായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യാൻ മറന്നു വരുത്. ഓക്കെ. അപ്പോൾ നമ്മളെ ഹണ്ടേഴ്സ് ഇതാ അമൃത്സറിലേക്ക് നമ്മളെ ഗോൾഡൻ ടെമ്പിളൊക്കെ കാണാൻ വേണ്ടി അവരിത് അങ്ങനെ യാത്ര തിരിക്കുകയാണ്, വാഗാ ബോർഡർ. അപ്പോൾ ഇന്ന് മൊത്തം അവർ പഞ്ചാബ് കറങ്ങും. എന്തായാലും ഇനി ലഡാക്ക് വരെയുള്ള യാത്രയാണ്. എന്തായാലും നല്ല യാത്രയൊക്കെ നല്ല അടിപൊളിയാവട്ടെ. അപ്പോൾ നമ്മളെ ഹണ്ടേഴ്സിൻ്റെ കൂടെയുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഈ വീഡിയോ കണ്ട് നിങ്ങളും അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുത്. ബൈ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ബൈ ഗൈസ്.